ജസാക്കുമുള്ളാഹി ഉസ്താദ്. വളരെ സന്തോഷമായി. പക്ഷേ ദർസ് മുടങ്ങുന്നത് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും അവിടെ സൗദി അറേബ്യയിലുള്ള ആരെങ്കിലും ഫ്ലാഷ് മെമ്മറി കണക്ഷൻ തന്നാൽ ഉപകാരമായിരിക്കും. ഉസ്താദെ, കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പൊ കുറച്ചൊക്കെ ഞാൻ സുഹരിക്ക് വിടുകയാണ്, സുഹരിയും ചോദിക്കും. ഇവിടെ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാള് ബാത്റൂമിലേക്കോ മറ്റോ പുറത്തു പോയാൽ ഖുത്ബയുടെ ഫറള് 5 ഫറളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫറൾ അവൻ കേൾക്കാതെ പോയാൽ ഖുത്ബ ആവർത്തിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ നബാത്തിയ ഖുത്ബ ഓതുമ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഉസ്താദ് മനസ്സിലായിട്ടുണ്ടാവും. വിശദീകരണ പ്രകാരം അർക്കാൻ ഒന്നോ താബിയ ഒന്നോ അങ്ങനെ രണ്ടില്ല, എല്ലാം ഇതിൽപ്പെട്ട തന്നെയാണ് എന്ന്. അപ്പോൾ അൽ വസിയത്ത് ബിത്തഖ്വല്ലാഹ് ആണോ അല്ലെങ്കിൽ സ്വലാത്തോ മറ്റോ കേട്ടില്ലെങ്കിൽ പോലും ആ വസിയത്ത് ബിത്തഖ്വയിൽ നബാത്തിയ ഖുത്ബ ഓതുമ്പോൾ മറ്റുള്ളതൊക്കെ കേട്ടാൽ പോരെ, ഈ ഫർള് തന്നെ കേൾക്കണോ? അല്ല, വർക്കാനുഹാവില്ല അറബിയത്തി ദൂനമാഅദഹ എന്ന് തുഹഫയിൽ പറഞ്ഞ ഇതുപോലെയാണ് ഉസ്താദെ. അപ്പോൾ എവിടെയാണ് നബാത്തിയ ഖുത്ബയിൽ ഈ ഫർളിനെ പരിഗണിക്കണമോ ആകെ അതിന്റെ താബിയടക്കം ഫർളാകുന്നു എന്ന് ഉൾപ്പെടുത്തണം ഉസ്താദെ. അസ്സലാമു അലൈക്കും. നാല് ഫർളുകൾക്ക് താബി ഉണ്ടാവും, വസിയത്തും തഖ്വക്ക് താബിയില്ല. അവിടെ പ്രശ്നം. ഹംദ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഫർള് കഴിഞ്ഞു. പിന്നീട് അള്ളാഹുവിന്റെ സനാ ഹംദ് കൊണ്ട് ദീർഘിപ്പിക്കുന്നതൊക്കെ അതിന്റെ താബിയാണ്. അതുപോലെ സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞാല് സ്വലാത്തിന്റെ ഫർള് കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔസാഫുകൾ മദ്ഹുകളൊക്കെ പറഞ്ഞാൽ അത് അതിന്റെ താബിയാണ്. ഖുർആനായത്ത് കാമിലായ ഒരായത്ത് ഓതിയാൽ ഫർള് വീടി, പിന്നെ ബാക്കി തുടർന്ന് ഓതുന്നുണ്ടെങ്കിൽ അത് താബിയായിട്ട് കൂട്ടിയാൽ മതി. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് തുടങ്ങി അൽ ഫർള് വീടി, ബാക്കിയുള്ളതൊക്കെ താബിയ. അതേ സമയത്ത് വസിയത്തും ബിത്തഖ്വ അത് സവാഉൻ കാന തവീലൻ ഔ ഖസീറൻ, അത് ദീർഘമായാലും ചുരുങ്ങിയാലും വസിയത്തും ബിത്തഖ്വ തന്നെ, അതിൽ താബിയില്ല. അപ്പോ ഫർള് 40 ആള് കേൾക്കണം, താബി കേട്ടുകൊള്ളണം എന്ന്, ജുമാ സഹിയാകാൻ താബി കേട്ടുകൊള്ളണം എന്ന് ഷർത്തില്ല. അപ്പൊ ഈ പറയപ്പെട്ട 5 ഫർള് ആകെ 40 ആളേ ഉള്ളൂ ജുമാക്ക്. എന്നാൽ ഈ 5 ഫർളുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫർള് സമയത്ത് ഒരാള് ഉദുവെടുക്കാനോ മലമൂത്ര വിസർജനത്തിനോ പോയി, അല്ലെങ്കിൽ മറ്റെന്തോ ആവശ്യത്തിന് പുറത്തു പോകേണ്ടി വന്നു, അങ്ങനെ അത് പറഞ്ഞ സമയത്ത് ഇയാള് സ്ഥലത്തില്ല, പൊവാലാത്ത് മുറിയുന്നതിന് മുമ്പ് പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്താൽ ഇയാളിന്റെ അഭാവത്തിൽ പറഞ്ഞ ആ ഫർള് മടക്കി ബാക്കിയുള്ളത് പൂർത്തിയാക്കാവുന്നതാണ്. മുവാലാത്ത് മുറിഞ്ഞാൽ അതിന് മാത്രം സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ ആദ്യം മുതൽ തന്നെ മടക്കി ഓതുകയും വേണം. അങ്ങനെ ഇപ്പൊ പറഞ്ഞു. 40 ആള് തികയാത്തോടത്ത് ഇയാളെ കൊണ്ട് മാത്രം തികയുന്നോടത്താണ് പറയുന്നത്. ഇയാളല്ലാതെ വേറെ 40 ആള് തന്നെ ഉണ്ടെങ്കിൽ അയാൾ കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. 40ൽപ്പെട്ട ഒരാള് ഒരു ഫർള് കേൾക്കാതിരുന്നാൽ അവിടെ 2 അവസ്ഥ. ഈ ഫർള് കേട്ടിട്ടില്ലെങ്കിൽ മുവാലാത്ത് മുറിയുന്നതിന് മുമ്പ് പെട്ടെന്ന് മടങ്ങി വന്നാൽ ആ ഫർള് ഒന്നുകൂടി ആവർത്തിച്ച് ബാക്കിയുള്ളത് ഓതിയാൽ മതി. മുവാലാത്ത് മുറിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഖുത്ബ രണ്ടാമത് തന്നെ മടക്കി ഓതുകയും വേണം. ജസാക്കുമുല്ലാഹ് ഉസ്താദ്, വളരെ സന്തോഷമാണ്. ചെറുപ്പ ഉസ്താദിന് മൈക്ക് വേണമെങ്കിൽ ചെറുപ്പ ഉസ്താദ് റൈസാൻഡ് ചെയ്തോളി. ഉസ്താദെ, സാധാരണക്കാരായ ചെറിയ മഹലിൽ, മുലിയാമാറൊന്നും ഇല്ലാത്ത മഹലില് അവിടെയൊക്കെ സാധാരണക്കാരാണ്. അവരുടെയൊക്കെ ഓത്തൊരു സാധാരണ ഒരു ഓത്തായിരിക്കും, ഉമ്മി തന്നെ ആയിരിക്കും. ഇതിന് നാം എന്താണ് ഉസ്താദെ ഒരു വജ്ഹ് കാണേണ്ടത്? വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും.
സാധാരണക്കാരെ ഓത്തൊക്കെ പിഴവാണെന്നൊന്നും വെക്കണ്ട. വലിയ ഷർത്തനുസരിച്ച് നമ്മളെ മദനി ഉസ്താദ് ഓതുന്നത് പോലെയോ അതല്ലെങ്കിൽ നമ്മളെ ബാക്കവി ജോലി ഓതുന്നത് പോലെയോ അതുപോലെ അലി അൻസാരി ഉസ്താദ് ഓതുന്ന പോലെ അങ്ങനെയൊന്നും ഓതിക്കൊള്ളുന്നില്ല ഇപ്പൊ നിസ്കാരം ചെയ്യാനേ. അതൊക്കെ സുന്നത്തായ കാമിനായ ഓത്തുകളാണ്. ഖത്ത് ഇല്ലാതെ സഹീഹാവുന്ന നിലക്കുള്ള ഒരു മുതവസ്സിത്തായ ഓത്ത് ഓതിയാൽ മതി. അങ്ങനെ തന്നെയാണ് അധിക ആളുകളും ഉള്ളത്. മനസ്സിലായില്ലേ? ഒരു മുതവസ്സിത്തായ നിലക്ക് പറ്റ പിഴവ് എന്ന് പറയാൻ പറ്റാത്ത ഒരു മുതവസ്സിത്തായ ഓത്ത് ഓതിയാൽ മതി. ആ ഓത്ത് ഓത് തന്നെ അറിയുന്നവര് തന്നെയാണ് 95% ആളുകളും ഇന്നുള്ളവര്. മുമ്പ് മദ്രസയിലൊന്നും തജ്വീദ് പഠിപ്പിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. വ്യാപകമായി മദ്രസകളിൽ നമ്മുടെ സമസ്തയുടെയും നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെയും ഒക്കെ മദ്രസകളിൽ വ്യാപകമായി ഉസ്താദന്മാർക്ക് തജ്വീദ് ക്ലാസ്സുകളിലൂടെ അവരെ സജ്ജരാക്കുകയും അവര് കുട്ടികളെ തജ്വീദ് അനുസരിച്ച് പഠിപ്പിക്കുകയും ചെയ്ത സ്ഥിതിക്ക് എന്നാലും അലി അൻസരി ഉസ്താദ് ഓതും പോലെ അല്ലെങ്കിൽ നമ്മളെ മദനി ഉസ്താദ് ഓതും പോലെയോ ഷാരി ഉസ്താദ് ബാക്കവി ഓതും പോലെ ഒന്നും ഓതാൻ കഴിഞ്ഞോളന്നില്ല. എന്നാലും സഹീഹാകാൻ ആവശ്യമായ ഒരു ഖിറാഅത്തൊക്കെ ഉണ്ട്. അത് മതി. ചോദിക്കാനുള്ളത് ഉസ്താദെ, 40 ആളെ കൊണ്ട് ജുമാ നിസ്കരിക്കുന്ന ഒരു സ്ഥലത്ത് അതിൽ ഒരാള് ഖുത്ബ കേൾക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയി, അത് വ്യക്തമായിട്ട് കേൾക്കുന്നില്ല എങ്കിൽ ആ 40 ആളെ ജുമായും ബാത്തിലാവുക അല്ല അവർ വേറെ ആയിട്ട് മടക്കി നിസ്കരിക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ആകെ 40 ആള് കൃത്യമായിട്ടാണുള്ളതെങ്കിൽ ഒരാളെ തോണ്ടാലിയായിട്ടും ചെയ്യിക്കുക. അതാ നല്ലത്. മടക്കി മടക്കി സ്കരിക്കുന്നാട്ടിൽ നല്ല അതാണല്ലോ. ഒരു ചങ്ങായി നല്ലോ മുറുകി ഉറങ്ങുക കാണുമ്പോ അയാളങ്ങോട്ട് തോണ്ടുക. നല്ല തോണ്ടല്. ആ തുടരാൻ വേണ്ടിയിട്ട് ഇമാമിനോട് തുടരാൻ വേണ്ടിയിട്ടില്ലേ നമ്മള് മുസ്ലിങ്ങൾ വന്നിട്ട് തോണ്ടണ്, ആ ജാതി ഒരു തോണ്ട് കൊടുക്കുക, എന്നിട്ട് ഉണർത്തുക. 40 ആള് ജുമായുടെ ഖുത്ബയുടെ ഫർളുകൾ കേൾക്കണം എന്നത് ഷർത്താണ്. അപ്പോ 39 ആള് കേൾക്കുന്നുള്ളൂ, ഒരാള് പൊട്ടനാണ്, എന്നാ ജുമാ ചെയ്യാവൂലാന്നാ. അയാൾക്ക് ഇപ്പൊ ഒരു വീഴ്ചയില്ലല്ലോ പൊട്ടന്റെ അടുക്കല്. പക്ഷെ 40 ആള് ഖുത്ബ കേൾക്കണം. എന്നാൽ അവിടെ എന്തോ ഒരു മില്ലുണ്ട്, അതിന്റെ ഒച്ചോണ്ട് ചൂട് കേൾക്കാൻ പറ്റൂല. അതുകൊണ്ട് ചിലതൊന്നും കൂടി കേൾക്കണില്ല. എന്നാ കുഴപ്പമില്ല. കാരണം പ്രത്യേക പ്രതിബന്ധം ഇല്ലാത്ത സാഹചര്യത്തിൽ 40 ആളുകൾ ബിൽഫീൽ കേൾക്കണം, ബിൽക്കുവ കേട്ടാ പോരാന്ന. 40 ആള് കേൾക്കാവുന്ന നിലക്ക് ഓതിയാ പോരാ, യഥാർത്ഥത്തിൽ 40 ആള് കേൾക്കണം. അപ്പൊ ഉറങ്ങണോലെ തോണ്ടാൻ വേണ്ടിയിട്ട് മാണെങ്കിൽ ചെറിയൊരു ശമ്പളത്തിന് ഒരാളെ നിശ്ചയിക്കുക. കാരണം ആകെ 40 ആളല്ലേ ഉള്ളൂ. ഒരു ചങ്ങായി ഉറങ്ങി കൂർക്കം വലിച്ചതിന്റെ അടുക്ക് അതിന്റെ അടുക്ക് മൂല്യാ സൂസിന്നൊക്കെ പറഞ്ഞ് ഇയാൾ അതൊന്നും കേട്ടില്ല. ഇയാൾ ആകെ കേട്ടത് എന്താണ്, അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ആമീൻ ഒക്കെ പറഞ്ഞും ചെയ്തു. ബാക്കിയൊന്നും അയാൾ കേട്ടിട്ടില്ല. എന്നപ്പൊ എല്ലാരും ജുമയും ബാത്തിലല്ലേ. അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളിങ്ങനെ തോണ്ടുക. ആയിക്കോട്ടെ, തോണ്ടുന്ന വലിയ മെച്ചല്ലാതെ എന്തായാലും ജുമ കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ സംഗതി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അതായത് 40 ആള് കേൾക്കണം എന്നത് ഷർത്താണ്. 40 ആള് കേൾക്കാഞ്ഞാല് ജുമ സയ്യാവൂലാന്ന്. അതാപ്പൊ പറഞ്ഞില്ല ഹാസിൽ മായന. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഇമാമ് ഖുത്ബോധുന്ന ഇമാമ് ഹനഫിയാണ്. അതുപോലെ 40 ആളുകൾ 40 അധികമോ ഏതായാലും അധികം ഷാഫികളാണുള്ളത്. എന്നാൽ ഈ ഷാഫികൾക്കുള്ള ഇതും ഇമാമിൻ്റെതും ഹനഫി ആയതുകൊണ്ടൊന്നും തക്കറ ബുദ്ധിമുട്ടുണ്ടോണ്ടെന്ന്. ഇമാമ് ഇമാമ് ഹനഫി ആയതുകൊണ്ട് മാത്രം മൗമൂമിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ
ഈ മൗമൂമിങ്ങളുടെ വിശ്വാസപ്രകാരം നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ഈ ഹനഫി മദ്ഹബുകാരനായ ഇമാമിൽ നിന്നിട്ടും ഉണ്ടാവാൻ പാടില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ ഷാഫി മദ്ഹബുകാരൻ തന്നെ ആയിക്കൊള്ളണം ഇമാമ് എന്ന് ഷർത്തൊന്നുമില്ല. 40 ആളൊക്കെ ഉണ്ട്, 40 അതിൽ കൂടുതൽ ആളും ഉണ്ട്, സംഗതിയൊക്കെ ഒത്തതാണ്. പക്ഷെ ഇമാമ് ഹനഫിയാണെന്ന് മാത്രം. പക്ഷെ അയാള് ബിസ്മി പതുക്കെയാണെങ്കിലും ബിസ്മി ഓതുന്നുണ്ട്. അതുപോലെ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ നമ്മുടെ കാഴ്ചയിലൊന്നും അയാൾ ചെയ്തിട്ടില്ല. എന്നാൽ ഷാഫി മദ്ഹബുകാരായ മൗമൂമിങ്ങൾക്ക് അങ്ങനെയുള്ള ഹനഫി മദ്ഹബുകാരനായ ഇമാമിനോട് തുടർന്ന് ജുമാ നിസ്കരിക്കാം, കുഴപ്പമില്ല. പക്ഷെ നമ്മളെ കാഴ്ചയിൽ നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ഇമാമിൽ നിന്നിട്ട് ഉണ്ടായതായി നമുക്ക് ഉറപ്പായാൽ ജുമാ ചെയ്യാവൂല. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എൻ്റെ സംശയം, ഖുതുബന്റെയും അതുപോലെ നിസ്കാരത്തിന്റെയും ഇടയിൽ മുവാലാത്ത് വേണമെന്നുണ്ടല്ലോ. അപ്പോ ചില പള്ളികളിലൊക്കെ ഖുതുബ കഴിഞ്ഞ പാടെ ഷെഫ് ശരിയാക്കി നിർത്താനും മാത്രമല്ല കൂട്ടത്തില് മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപദേശിക്കാറുണ്ട്. അപ്പൊ അതിന്റെ സമയം കൂടിയാൽ ആ മുവാലാത്ത് നഷ്ടപ്പെടോ, അല്ലെങ്കിൽ എത്രയാണ് അതിന്റെ ഇടയിലുള്ള ആ സമയം എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ മൈക്ക് വെക്കുന്നു. പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങളെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവില്ല മാത്രം. മുവാലാത്ത് മുറിയുക എന്ന് പറഞ്ഞാൽ ഫർള് മാത്രം എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ ആവശ്യമാവുന്ന സമയം ആയാൽ മുവാലാത്ത് മുറിയും. അതിൽ കുറച്ചാണെങ്കിൽ മുവാലാത്ത് മുറിയില്ല. 2 റക്അത്ത് നിസ്കരിക്കുക എന്നല്ല, സുന്നത്തൊക്കെ എടുത്ത് കണ്ടല്ല, ഫർള് മാത്രം എടുത്ത്. ഉദാഹരണം, തക്ബീർ കെട്ടി ഫാത്തിഹ ഓതി റുക്കോയ് ചെയ്ത് ഇഅ്തിദാല് ചെയ്ത് സുജൂദ് ചെയ്ത് ഇടയിൽ ഇരുത്തും, 2ാം സുജൂദും കഴിഞ്ഞ് അടുത്ത റക്അത്തിൽ വന്ന് ഫാത്തിഹ ഓതി എന്നിട്ട് 2ാമത്തെ റക്അത്തിലെ 2ാം സുജൂദ് കഴിയുന്നത് വരെയുള്ള സമയം, ചുരുങ്ങിയ തോതിൽ ഫർള് മാത്രം എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ ആവശ്യമായ സമയം പൂർണ്ണമായി വന്നാൽ മുവാലാത്ത് മുറിയും. അതിൽ താഴെയാണെങ്കിൽ മുവാലാത്ത് മുറിയില്ല. അപ്പോ സൊഫ് ശരിയാക്കി നിൽക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ മൊബൈലോ മറ്റോ ഉണ്ടെങ്കിൽ ഓഫാക്കാൻ പറഞ്ഞു, അതുകൊണ്ടൊന്നും മുവാലാത്ത് മുറിയില്ല. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ 2 റക്അത്ത് ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കാൻ ആവശ്യമാവുന്ന സമയത്തെക്കാൾ അല്പം കുറഞ്ഞാൽ മതി, എന്നാ മുവാലാത്ത് മുറിയില്ല. ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കാൻ ആവശ്യമാവുന്ന സമയം വന്നാൽ മുവാലാത്ത് മുറിയും. ഉസ്താദെ, 2 ജുമാ ഒരു സ്ഥലത്ത് നടക്കുന്നു. അതിന്റെ അകലം ഒരു 150 മീറ്റർ ആയിട്ടുണ്ടാവും. അപ്പൊ അത്ര അകലത്തിലാണ് 2 സൈഡ് ജുമാ നടക്കൽ. ഒരു ഭാഗത്തിൽ 10 മിനിറ്റ് മുമ്പ്, ഒരു ഭാഗത്തിൽ 10 മിനിറ്റ് ശേഷമാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു പ്രശ്നമാണ് ഉള്ളത്. അതുകൊണ്ടിട്ട് ഈ ജുമാന്റെ സ്ഥിതി എന്താവുന്നെന്ന് അവസ്ഥ. ആ ഭാഗം ഓതാനിരിക്കുന്നേ ഉള്ളൂ. അത് ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് തടസ്സങ്ങളില്ല, നെറ്റിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ശനിയാഴ്ചത്തെ ദർസിൽ ആ ഭാഗം വരും. അവ വിശദമായിട്ട് അവിടെ വരുന്നത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഭാഗം തന്നെ ഒരു മഹല്ലത്തിൽ ഒരു ജുമായെ പാടുള്ളൂ, പ്രത്യേക സാഹചര്യത്തിൽ ഒഴിച്ച് എന്ന് പറഞ്ഞു. ആ പ്രത്യേക സാഹചര്യം ഏതൊക്കെയാണ്? എത്ര ജുമാ ആവാം, അല്ലെങ്കിൽ ഒന്നിലധികം ജുമാ ഉണ്ടായ നിസ്കാരം ബാത്തിലാകുന്നത് എപ്പോഴാണ് എന്നത് സംബന്ധിച്ച് വിശദമായി തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത് പാഠത്തിൽ വരുന്നുള്ളത് കൊണ്ട് ഇന്ന് അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അവിടെ നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദേ, ജുമായുടെ എണ്ണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയ കൗലില് ഒരു 2 പേരൊക്കെ മതി എന്ന് പറഞ്ഞില്ല. അത് അനുസരിച്ച് ഒരു ഫാമിലി, ഒരു എന്താണ്
ഇമാജിനേഷനുള്ള ഒരു ചോദ്യമായിട്ട് കണക്കാക്കരുത്. കാരണം ഒരു ഫാമിലി ഒരു മുസ്ലിം പള്ളിയോ അങ്ങനെ മുസ്ലിങ്ങളൊന്നും ഇല്ലാത്ത ഒരു നാട്ടിലെത്തിപ്പെട്ടു. ഭാര്യയും ഭർത്താവും 2 കൊച്ചുമക്കളാണ് ഉള്ളത്. മക്കൾ പ്രായപൂർത്തിയായിട്ടുള്ളവരല്ല. അപ്പൊ ഇവരെയൊക്കെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഈ ഇമാമായിട്ട് നിന്ന് ശബ്ദം കേൾക്കുന്നില്ലേ? അപ്പൊ ഈ ആൾക്ക് ജുമാ അവിടെ അങ്ങനെ ഫാമിലി ആയിട്ട് കൂടുന്നതാണോ നല്ലത്, അത് ജുമാ ളുഹർ നിസ്കരിച്ചാൽ മതിയോ? ശബ്ദം കേൾക്കുന്നില്ലേ? ചോദ്യം മനസ്സിലായിട്ടൊന്നും വരുന്നു. അതായത് ഇപ്പോൾ നമ്മള് ശനിക്ക് അടുത്തുള്ള ഒരു രാജ്യത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലി അനുസരിച്ച് ഈ പ്രാവശ്യം പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പോയാൽ ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ജുമാ നിസ്കരിക്കാൻ പറ്റും. അവിടെ അങ്ങനെ മുസ്ലിം പള്ളികളൊന്നും ഉള്ളതല്ല. ഒരാൾ മാത്രമേ ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിം ആയിട്ട് ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ആവശ്യത്തിന് പോകേണ്ടി വന്നാൽ നമുക്ക് അവിടെ വെച്ച് ജുമാ നിസ്കരിക്കാൻ പറ്റുമോ, അതിനേക്കാളും ളുഹർ നിസ്കരിച്ചാൽ മതിയോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് DC ആയോ? ഉസ്താദ് ശബ്ദം കേൾക്കുന്നു. ഓക്കെ, ഉസ്താദ് വന്നിട്ടുണ്ട്. മൈക്ക് പോയതേക്കു. ഒരു മദ്ഹബ് നമ്മൾ എടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കൗലുണ്ട് എന്ന് കേട്ടാ പോരാ. ഉദാഹരണം, 2 ആള് ഒരു ഇമാമും ഒരു മൗമൂമുമാവുന്ന 2 ആളുണ്ടായാലും ജുമാ നിസ്കരിക്കാം എന്ന് ചില മദ്ഹബുകാർ പറഞ്ഞു എന്ന് കേട്ടു. അതനുസരിച്ച് നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല. മറിച്ച് ആ മദ്ഹബിനെ നമ്മൾ തഖ്ലീദ് ചെയ്തതിന്റെ പുറമെ ആ മദ്ഹബുകാര് ജുമാക്ക് പറയുന്ന ഷർത്തുകൾ എന്തൊക്കെയാണ്, ഫർളുകൾ എന്തൊക്കെയാണ്, അത് ബാത്തിലാവുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൂടി അറിഞ്ഞിരിക്കണം. എങ്കിലേ അതിനെ തഖ്ലീദ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന 2 ആള് മതി അല്ലെങ്കിൽ 3 ആള് മതി പോലത്തതൊന്നും പറയുന്ന മദ്ഹബുകളൊന്നും ഇന്ന് പ്രാവർത്തികമായി പ്രയോഗത്തിൽ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ആ മദ്ഹബുകാര് അതിന് എന്തൊക്കെയാണ് ഷർത്ത് പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഹനഫി മദ്ഹബിൽ 4 ആളുണ്ടായാലും ജുമാ നിസ്കരിക്ക, അതിന് ഇമാമ് ഉൾപ്പെടെ 4 ആളുണ്ടായാലും മതി. പക്ഷേ എന്ത് വേണം? നമ്മൾ പറഞ്ഞല്ലോ, എന്ത് വേണം? ടൗൺ ആയിരിക്കണം, സിറ്റി, വലിയ സിറ്റി ആയിരിക്കണം. അതിന്റെ പുറമെ ഗവൺമെന്റിന്റെ അനുമതിയും ഉണ്ടായിരിക്കണം. അപ്പൊ 4 ആള് മതി എന്ന് പറഞ്ഞാണ്ട് ഏതെങ്കിലും ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു പീഡിയയിലോ അല്ലെങ്കിൽ ഒരു റൂമിലോ താമസിക്കുന്ന 4 ആളുകൾ കൂടി അവിടെ ഖുതുബോധി ജുമാസ്കരിച്ചാൽ ജുമാസ്കാരൻ സയ്യാലോ ഓരോ 100 അടക്കിസ്കരിക്കൽ ഫർളാവും. അങ്ങനെ അബൂ ഹനീഫ അവന് കൗലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അറിയില്ല. ആ കൗലിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഹനഫി മദ്ഹബ് അനുസരിച്ച് തുമ്മ സയ്യാണെങ്കിൽ ഗവൺമെന്റിന് അനുമതി വാങ്ങണം എന്നും അത് മിസ്റിലായിരിക്കണം എന്നും 2 ഷർത്തൂടി ഉണ്ട്. അപ്പൊ നമുക്ക് അറിഞ്ഞിട്ടല്ലേ. എന്നതുപോലെ ഈ പറയുന്ന കൗലുകാരുടെ ഒന്നും ഷർത്തുകൾ നമുക്കറിയില്ല. അതുകൊണ്ട് അതനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റില്ല. പിന്നെന്നാ ചില സ്ഥലത്ത് നമ്മൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് 4 ആക്കണ്ടോ? ഇല്ല, ഒരിക്കലും ഹനഫി മദ്ഹബ് അനുസരിച്ചല്ല. അത് ഷാഫി മദ്ഹബിലെ ഖദീമായ കൗലെടുത്തുകൊണ്ട് ചില അസ്ഹാബിൽപ്പെട്ട ചില ഇമാമിങ്ങൾ അതിനെ മുഖ്താറാക്കുകയും ചിലർ അതിനെ മുഅ്തമദാക്കുകയും ചെയ്തത് കൊണ്ട് നമ്മൾ അതെടുത്ത് അമൽ ചെയ്യാണ്. അപ്പൊ മദ്ഹബ് ഷാഫി മദ്ഹബിന്റെ തന്നെ മറ്റൊരു കൗലിനെ പിന്തുടരുമ്പോൾ അതിന് വേറെ ഷർത്ത് അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലാതെ വേറെ ഏതൊക്കെ ഇമാമിങ്ങൾക്ക് കൗലുണ്ട് എന്ന് പറഞ്ഞനുസരിച്ച് നമ്മൾ അമൽ ചെയ്ത അവസാനം നമ്മൾ ആകെ കുളത്തിലിറങ്ങും. അതാണ് മദ്ഹബ് മാറുമ്പോൾ എപ്പോഴും ഞാൻ പല പ്രാവശ്യം കോട്ടൂർ ഉസ്താദ് അതുപോലെ തന്നെ ഞാൻ ഫിഖിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങളൊക്കെ വ്യക്തമായി ആവർത്തിച്ച് പറയുന്നത് മദ്ഹബ് മാറുക അല്ലെങ്കിൽ ഒരു മദ്ഹബ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. ഒന്ന്, ആ മദ്ഹബിനെ നമ്മൾ തഖ്ലീദ് ചെയ്യണം അഥവാ ഇഖ്തിയാർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ആ മദ്ഹബ് പറഞ്ഞതാണ് ശരി എന്ന് നമ്മൾ മനസ്സാ അംഗീകരിക്കണം. രണ്ടാമത്,
ആ മദ്ഹബ് അനുസരിച്ച് ഈ ഇബാദത്തിന് പറയുന്ന ഷർത്തുകൾ ഏതൊക്കെയാണ്, ഫർദുകൾ ഏതൊക്കെയാണ്, ബാത്തിലാവുന്ന കാര്യങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും വേണം. അപ്പോൾ മാത്രമേ തഖ്ലീദ് പറ്റൂ, മദ്ഹബ് മാറാൻ പറ്റൂ. അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടാ. അങ്ങനത്തോടത്തൊക്കെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ളുഹ്ർ നിസ്കരിച്ചാൽ മതി. സത്യത്തിന്റെ വിഷയം നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ വിഷയം എന്നല്ല. ഈ മുസഹഫ് പിടിച്ച് സത്യം അത്യാവശ്യ ഘട്ടത്തിൽ സത്യം പിടിക്കാമോ എന്നുള്ള ഉസ്താദ്, ചില ഭാഗത്ത് മുസഹഫ് പിടിച്ച് സത്യം പിടിക്കാറുണ്ട്. അത് അത്യാവശ്യ ഘട്ടത്തിൽ പിടിക്കാമോ എന്നുള്ളതാണ് ചെറിയ വിഷയം പറഞ്ഞു ഉസ്താദ്. നിസ്കാരത്തിന്റെ ഇടയിൽ സത്യത്തിൽ കയറ്റി ആയിക്കോട്ടെ, ചിലപ്പോ ആവശ്യമുള്ള ഒരു വിഷയമായിരിക്കും. സത്യം അള്ളാഹുവിനെ കൊണ്ടോ അവന്റെ സിഫാത്തുകളെ കൊണ്ടോ അസ്മാവുകളെ കൊണ്ടോ ആണ് സത്യം ചെയ്യേണ്ടത്. മനസ്സിലായോ? അള്ളാഹുവിനെ കൊണ്ട് കാരണം അള്ളാഹുവിന്റെ ദാത്ത് അള്ളാഹാണ് സത്യം എന്ന് പറയാം. അതല്ലെങ്കിൽ അള്ളാഹിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഉപയോഗിച്ചിട്ടാവാം. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽപ്പെട്ട സിഫത്ത് കൊണ്ടാവാം. അങ്ങനെ അള്ളാഹിന്റെ സിഫത്താണ് ഖുർആനു ശരീഫ്, അള്ളാഹിന്റെ കലാം എന്ന നിലക്ക്. അപ്പൊ അള്ളാഹിന്റെ കലാമാണ് സത്യം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെയല്ല, അള്ളാഹാണ് സത്യം എന്ന് തന്നെയാണ് പറയുന്നത്. കൂട്ടത്തിൽ തഗ്ലീദുൽ യമീൻ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതായത് സത്യത്തെ ഗൗരവപ്പെടുത്തുക. അതെന്താണെന്ന് വെച്ചാൽ വിഷയത്തെ വളരെ രാഘവത്തോടുകൂടി സമീപിക്കാതിരിക്കാനും വിഷയത്തിന്റെ ഗൗരവസ്ഥിതി മനസ്സിലാക്കി യഥാർത്ഥ ഹക്ക് തുറന്നു പറയാനും പ്രേരിപ്പിക്കാൻ വേണ്ടി മഹാന്മാരായ ഇമാമിയങ്ങൾ നിർദ്ദേശിച്ച ഒരു കാര്യമാണ് തഗ്ലീദുൽ യമീൻ, സത്യത്തെ ഗൗരവപ്പെടുത്തുക. അതിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ജുമാഅത്ത് പള്ളിയിൽ വെച്ച് അസറുസ്കരിച്ചതിന് ശേഷം മിമ്പറിന്മേൽ കയറി നിന്ന് മുസ്ഹഫ് കയ്യിൽ കൊടുത്ത് ആ മുസ്ഹഫിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവാണ് സത്യം എന്ന് പറയും. ഇപ്പൊ ഇവിടെ സത്യം ചെയ്ത് അള്ളാഹ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ വെള്ളിയാഴ്ച ആക്കുക, അസറിന് ശേഷമാക്കുക, ജുമാഅത്ത് പള്ളിയിൽ വെച്ചാക്കുക, മിമ്പർമ കയറി നിന്നുകൊണ്ടാക്കുക, മുസ്ഹഫ് കയ്യിൽ പിടിച്ചുകൊണ്ടാക്കുക, അതൊക്കെ ഗൗരവപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തഗ്ലീദുൽ യമീൻ എന്ന നിലക്ക് സത്യത്തെ ഗൗരവപ്പെടുത്താൻ എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ മുസ്ഹഫ് കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മുസ്ഹഫ് തുറന്ന് അതിൽ കൈ വെച്ചുകൊണ്ട് ഒക്കെ സത്യം ചെയ്യിപ്പിക്കാം, ചെയ്യാം. അത് സത്യത്തിന്റെ ഗൗരവത്തെ ഒന്നുകൂടി വെളിപ്പെടുത്താനാണ്. ഇനി അങ്ങനെയല്ല, ഖുർആനാണ് സത്യം എന്നാണോ പറയുന്നത്, അതിനും കുഴപ്പമില്ല. ഖുർആൻ തന്നെ അള്ളാഹിന്റെ കലാമാണ്. അപ്പൊ അള്ളാഹിന്റെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ്. അങ്ങനെയും ആവാം. അള്ളാഹിന്റെ സിഫത്ത് കൊണ്ട് സത്യം ചെയ്യാം. അള്ളാഹാണ് സത്യം എന്ന് പറയും പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ സിഫത്ത്, അള്ളാഹിന്റെ ഖുദ്റത്താണ് സത്യം, അള്ളാഹുവിന്റെ ഇറാദത്താണ് സത്യം, അള്ളാഹിന്റെ ഇൽമാണ് സത്യം എന്നൊക്കെ പറയാം. അള്ളാഹിന്റെ സിഫത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിൽപ്പെട്ടതാണ് അള്ളാഹിന്റെ കലാമ് എന്ന് പറഞ്ഞപ്പെട്ടതാണ് ഖുർആൻ. ആ നിലക്ക് ഖുർആനാണ് സത്യം എന്ന് പറയാ. അപ്പൊ രണ്ട് രീതി പറ്റും എന്നർത്ഥം. ഒന്ന് അള്ളാഹിന്റെ കലാമ് എന്നുള്ള നിലക്ക് അള്ളാഹിന്റെ സിഫത്ത് കൊണ്ടുള്ള സത്യം എന്ന നിലക്ക് പറ്റും. മറ്റൊന്ന് അള്ളാഹാണ് സത്യം എന്ന് പറയുമ്പോൾ തന്നെ സത്യത്തെ ഗൗരവപ്പെടുത്താൻ വേണ്ടിയിട്ട് മുസ്ഹഫ് കയ്യിൽ വെച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പറ്റും. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. അൽഹംദുലില്ലാ, ഇന്നലെ നമ്മുടെ ആമിമോൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്തിരുന്നു. വളരെ റാഹത്തുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഉസ്താദിന് വേണ്ടി അവർ നന്ദിയും ഉസ്താദിന് വേണ്ടിയൊക്കെ ദുആ ചെയ്തിട്ടുണ്ടെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആലിയമ്മൾക്ക് അതിൻ്റെ ഇളയ കുട്ടിയാണ്, അതിന് ഇന്ന് ചെറുതായിട്ട് അസുഖം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. അതുപോലെ ഇന്നലെ ചോദിച്ച തൈമൂമിൻ്റെ കാര്യത്തിൽ ഒരു സംശയം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു. നമ്മുടെ കൈകൊണ്ട് രണ്ട് കൈ കൊണ്ട് അടിച്ച് മുഖം തുടങ്ങി പൂർത്തിയാക്കിയതിന് ശേഷം ഇനി ഈ മൂക്കിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ചുളിഞ്ഞ ഭാഗത്തോ ഒക്കെ രണ്ടാമത് കൈകൊണ്ട് തടകി അത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുപോലെ മണ്ണ് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഒരു സ്ഥലത്തുനിന്ന് മണ്ണെടുത്ത് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൂടെ അറിയിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. നേരത്തെ തൈമത്തിന്റെ ബാക്കി തന്നെ ഏതാ മുഖത്തിന്റെ അല്ലെങ്കിൽ കയ്യിന്റെ ഏതാനും ഭാഗത്ത്
തയമ്മം ചെയ്യുന്ന സമയത്ത് കൈ എത്തിയില്ല എന്ന് ഉറപ്പാവുകയോ എത്തിയോ എന്ന് സംശയിക്കുകയോ ചെയ്താൽ അവിടെ രണ്ടാമത് തടകൽ നിർബന്ധമാണ്. അതിന് പ്രത്യേക മണ്ണടിച്ചു കൊള്ളണം എന്നില്ല. കയ്യിൽ പറ്റി നിൽക്കുന്ന ആ മണ്ണ് കൊണ്ട് തന്നെ തടയാ മതി. പക്ഷേ അത് കൈ തടകുന്നതിന് മുമ്പാവണം. തെർത്തീബ് വേണം. വുദൂൽ എന്നതുപോലെ തെർത്തീബ് ഷർത്തുണ്ട്. ആദ്യം മുഖം തടകൽ പൂർണ്ണമാക്കണം. അതിനുശേഷം കൈ തടകിയാലേ കൈ തടകൽ പരിഗണിക്കപ്പെടുള്ളൂ. അപ്പൊ കൈ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മൂക്കിന്റെ മുൻഭാഗത്ത് കുറച്ച് ഭാഗം അതല്ലെങ്കിൽ മുഖത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് കൈ എത്തിയിട്ടില്ല എന്ന് ഉറപ്പായത്. എന്നാൽ ആ ഭാഗം തടകി പൂർത്തിയാക്കിയതിന് ശേഷം രണ്ടാമത് കൈ വീണ്ടും തടകണം. കാരണം തെർത്തീബ് വേണം. ആദ്യം മുഖം തടകുക, പിന്നെ കൈ തടകുക എന്ന തെർത്തീബ് വേണം. അങ്ങനെ പിന്നെ മണ്ണ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പാടില്ല ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അതേ സമയത്ത് ഹറമിലെ മണ്ണ് ഹറമല്ലാത്തടത്ത് കൊണ്ടുപോയിടാൻ പാടില്ല, അത് ഹറാമാണ്. ഹറമല്ലാത്തടത്ത് നിന്ന് മണ്ണ് കൊണ്ടുപോയി ഹറമ് കൊണ്ടുപോയിടാൻ പാടില്ല, അത് കറാഹത്തുമാണ് എന്നാ. അല്ലാതെ നിനക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നില്ല, വെറുതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഇന്ന് നേരത്തെ പറഞ്ഞു ഖദീമായ അഭിപ്രായ പ്രകാരം 4 അല്ലെങ്കിൽ 12 പേരെ കൊണ്ട് ജുമാ നിർത്താം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജുമാ നിർത്താം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം ഏതെങ്കിലും ഒരു ഖാളി വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് വന്നിട്ട് നിർത്തേണ്ടതുണ്ടോ? അഥവാ അങ്ങനെ നിർത്തിയാൽ തന്നെ ഈ 4 അല്ലെങ്കിൽ 12-ൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ ഖദീമായ അഭിപ്രായത്തിനെ സ്വീകരിക്കുന്നു എന്ന് പ്രത്യേകം കരുതേണ്ടതുണ്ടോ എന്ന് ഉസ്താദ് വിശദീകരിച്ചു തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ നാട്ടുകാർക്ക് വേണ്ടി ഒരാൾ പ്രഖ്യാപിക്കുകയാണ്. അത് ഖാദി തന്നെ ആയിക്കൊള്ളുന്നില്ല. നാട്ടുകാരെ അധികാരപ്പെടുത്തിയ ഒരാൾ പ്രഖ്യാപിച്ചാൽ മതി. ഖാദിയായ വളരെ നന്നായി മാത്രം. പിന്നെ രണ്ടാമത് പറഞ്ഞ വളരെ പ്രധാനമാണ്. അതിപ്പോ ഫത്വയിൽ തന്നെ പറഞ്ഞല്ലോ, ഇൻ ഖല്ലദു ബിൽ ഖായിലീന എന്ന്. ഈ ജനങ്ങള് ഈ 4 ആളെങ്കിൽ 4 ആള്, 12 ആണെങ്കിൽ 12 ആള് ഈ ഖൗലിനെ തഖ്ലീദ് ചെയ്തിരിക്കണം. അല്ല പറ്റൂല. ഞാൻ കളിയല്ലേ, അല്ല ഞാൻ ദീൻ കൊണ്ട് കളി എന്നാ പറയാ. അത് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് വേണം? ഉത്തരവാദപ്പെട്ട ഒരാള് ഇന്ന ഇമാമിങ്ങളുടെ ഇന്ന ഖൗലനുസരിച്ചാണ് ജുമാ നടത്തുന്നത്, ഇവിടെ ജുമാ നിർത്തുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ. ഖാദിയായ നന്നായി, ഖാദി തന്നെ ആയിക്കോളെന്ന് ഷർത്തില്ല. നമ്മൾ ഒരാളെ അധികാരപ്പെടുത്തിയാലും മതി, അയാൾ പറഞ്ഞാലും മതി. പക്ഷേ രണ്ടാമത്തത് നിർബന്ധം തന്നെ. അതായത് തഖ്ലീദ് ചെയ്യണം. ഈ ആളുകൾ തഖ്ലീദ് ചെയ്യണം. പിന്നെ അത് മഅറൂഫായാൽ മതി. പിന്നെ വരുന്നവരെല്ലാവരും കൂടി അത് തഖ്ലീദ് ചെയ്തോളുന്നില്ല. ഇവിടെ ഇങ്ങനെയാണ് ജുമാ നടത്തിയത്, നിർത്തപ്പെട്ടത് എന്നുള്ളത് മഅറൂഫായി അറിഞ്ഞാൽ മതി. അതേ സമയത്ത് ഈ നിർത്തുന്ന സമയത്ത് ആകെ 12 ആളാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ ആകെ 4 ആളാണ് ഉള്ളത്. 4 ആളെ കൊണ്ടിട്ട് അല്ലെങ്കിൽ 12 ആളെ കൊണ്ടിട്ട് ജുമാ നടത്തുമ്പോൾ ഇങ്ങനെ ഷാഫി മദ്ഹബിലെ ഖദീമായ ഖൗലിനെ ഷാഫി മദ്ഹബിലെ തട്ടിന് അസ്ഹാബുമാർ മുഖ്താറാക്കുകയും ബഹുമാനപ്പെട്ട മുത്തഅഖിരീങ്ങൾ മുഅ്തമദാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 4 ആളെ കൊണ്ട് ജുമാ സഹിയാകുമെന്ന ഖൗലനുസരിച്ചാണ് ഇവിടെ ജുമാ നടത്തുന്നത് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈ ജുമാന്റെ അയലുകാരായ ആളുകൾ ഞങ്ങൾ ആ 4 ആളനുസരിച്ച് ജുമാ നടത്തിയാൽ സഹിയാവും എന്ന ഖൗല് അതിനെ തഖ്ലീദ് ചെയ്ത് അതാണ് മറ്റ് ഖൗലുകളെക്കാൾ പ്രായോഗികം എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്ന് മനസ്സാക്കരുത്. നാവോട് പറഞ്ഞോളുന്നില്ല. അപ്പോഴേ തഖ്ലീദാവുള്ളൂ. തഖ്ലീദ് ചെയ്തെങ്കിലേ ജുമാ സഹിയാവുള്ളൂ, അല്ലെങ്കിൽ ജുമാനെ സഹിയാവില്ല. പിന്നെ അവിടെ വരുന്ന എല്ലാവരും തഖ്ലീദ് ചെയ്തോളുന്നില്ല. കാരണം സഹിയാവുന്ന ഒരു ജുമായിൽ പങ്കെടുത്ത് ആർക്കും നിസ്കരിക്കാം. മനസ്സിലായില്ലേ? അല്ലാതെ ആ നാട്ടിൽ വരുന്നവരെല്ലാം ഈ 4 സഹിയാണെന്നുള്ള തഖ്ലീദ് അങ്ങനെയല്ല. ഈ ജുമാ അവിടെ സഹീഹാകണമെങ്കിൽ ജുമാ നിർത്തുന്നത് ഏതാളെ കൊണ്ടാണോ അവര് അത് തഖ്ലീദ് ചെയ്തിരിക്കണം. അങ്ങനെ തഖ്ലീദ് ചെയ്ത് ജുമാ നടത്തി സഹിയായി കഴിഞ്ഞാൽ ആ സഹിയായ ജുമയിൽ പങ്കെടുക്കുന്നവർക്ക് ജുമാ സഹിയാവും. അതോടുകൂടി അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം ജുമയുമായി ബന്ധപ്പെട്ടതല്ല, മറ്റൊരു വിഷയമാണ്. അഥവാ ഇവിടേക്ക് മയ്യത്തിന് കഫൻ ചെയ്യുന്ന സമയത്ത് കഫംപുടയില് മൈലാഞ്ചി വിതറുന്നുണ്ട്. അത് സുന്നത്തുണ്ടോ?
അല്ലെങ്കിൽ അതിലുള്ള അടിസ്ഥാനം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ചില ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവർ സുഗന്ധദ്രവ്യമായിട്ട് ഉപയോഗിക്കുന്ന മൈലാഞ്ചിയാണ്, സുഗന്ധത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ നാട്ടിലുള്ള മൈലാഞ്ചി അല്ല എന്ന് അന്വേഷിച്ചപ്പോൾ കേട്ടു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് അന്വേഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മളെ നാട്ടിലുള്ള മൈലാഞ്ചി വിതറല്ലേ ഏതായാലും സുന്നത്തില്ല. കാരണം അതിന് പ്രത്യേക സുഗന്ധം ഇല്ല. അതേസമയത്ത് മൈലാഞ്ചി പൂവാണെങ്കിൽ പറ്റും. മൈലാഞ്ചി പൂവിന് നല്ല സുഗന്ധമുണ്ട്, വളരെ ദൂരത്തേക്ക് അടിച്ചു വീശുന്ന സുഗന്ധം ഉണ്ടാവും. ഇനി ഏതെങ്കിലും നാട്ടിൽ നല്ല സുഗന്ധമുള്ള മൈലാഞ്ചിന്റെ ഇല ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം. മയ്യത്തിന്റെ കഫൻ തുണിയിലും മയ്യത്തിന്റെ ശരീരത്തിലും സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. അത് മൈലാഞ്ചിന്റെ ഇല സുഗന്ധമുള്ളതുണ്ടെങ്കിൽ ഉപയോഗിച്ചോട്ടെ, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക ഒരു സുന്നത്തില്ല. ഹറാമാന്നൊന്നും പറയാനില്ലെങ്കിൽ പോലും നമ്മളെ നാട്ടിലെ സാധാരണ ഈ കൈ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആ മൈലാഞ്ചി ഉണ്ടല്ലോ, അതിന് സുഗന്ധമായിട്ടില്ല അതിന്റെ ഇലക്ക്. അതുകൊണ്ട് അത് ഉപയോഗിക്കൽ പ്രത്യേക സുന്നത്തില്ല. സുഗന്ധം ഉണ്ടെങ്കിൽ സുന്നത്ത് തന്നെയാണ്. ഇലയായാലും അല്ലാത്തതായാലും സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്. കേക്കാവോ? കേക്കാവോ ഉസ്താദേ? ഉസ്താദേ, രണ്ടാഴ്ച മുമ്പ് എന്റെ വാപ്പ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. ക്ലാസ്സിൽ ഞാൻ എല്ലാവരും പറഞ്ഞിരുന്നു, എല്ലാവരും പോകാനായിരുന്നു. എന്റെ വാപ്പ ഇന്ന് പിരിഞ്ഞു പോയി. എല്ലാവരും എന്റെ വാപ്പയ്ക്ക് വേണ്ടി ദുആ അടക്കം. വലൈക്കും അസ്സലാം. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട പിതാവിന്റെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഉഖറവിയായ ശുഹദാക്കന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപകടം പറ്റി മരിക്കുന്ന ആളുകള് ആഖിറത്തിൽ ശുഹദാക്കന്മാരുടെ കൂട്ടത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട പിതാവിനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും ഒക്കെ അല്ലാഹു തആല മാപ്പാക്കി പുറത്തു കൊടുത്ത് അവന്റെ റഹ്മത്തും മാഫിറത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിന്റെ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിർക്കല്യാണത്തിൽ ഒരുമിച്ചുകൂടാനും റബ്ബിന്റെ ലിഖാഹ് കാണാനും അല്ലാഹു തആല ആ പ്രിയപ്പെട്ട പിതാവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു തആല ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ. നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല ആ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള അപകടങ്ങൾ ആഫത്തുകളിൽ നിന്നിട്ട് അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ നേരത്തെ തങ്ങൾ പാപ്പ പറഞ്ഞ എന്റെ അടുത്ത് ഓർമ്മ വിട്ടുപോയതാ, നമ്മളെ പ്രിയപ്പെട്ട ആമിയലി നമ്മളെ ക്ലാസ്സിനെ ഒരു പൂങ്കുയിലാണ്. എപ്പോഴും നമ്മളെ കാവുമ്പടി ഉസ്താദിന് ഇപ്പൊ ചിലപ്പോ ഒന്നും ഒഴിവിട്ടില്ല. ഇന്ന് രാവിലെ ഒരു പാട്ടുകാടി കുറെ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വലിയ സന്തോഷം കിട്ടുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല മദ്ഹ് പാട്ട് പാടുന്ന നല്ലൊരു കുട്ടിയാണ് ആമിയലി. കുട്ടിക്ക് സുഖല്ലേന് ദുആ ചെയ്ത് അല്ലാഹു തആല കുറച്ച് സമാധാനം കൊടുത്തിന് അല്ലാഹു തആല പൂർണ്ണമായ ശിഫ കൊടുക്കുമാറാകട്ടെ. ഇപ്പൊ അതിന്റെ ചെറിയ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അല്ലാഹു തആല ആ കുട്ടിക്കും ആ കുടുംബത്തിൽ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫയും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്കൊക്കെ സന്തോഷം നൽകുന്ന എനിക്ക് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് മദ്ഹ് പാടാൻ മാത്രമല്ല ഹബീബിനെ മഹബത്ത് വെച്ച് അവിടത്തെ ഇത്തിബായ് ചെയ്ത് സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും അല്ലാഹു തആല ആ പ്രിയപ്പെട്ട കുട്ടികളെയും നമ്മളെയും ഉൾപ്പെടുത്തി ഈ മദ്ഹ് പാടുന്നതൊക്കെ ഹബീബിന്റെ ഷഫാഅത്ത് പരലോകത്ത് അവരുടെ ഉമ്മവാപ്പമാർക്കും അവർക്കും നമുക്കും ഷഫാഅത്ത് കിട്ടാൻ കാരണമാക്കുമാറാകട്ടെ. അല്ലാഹു തആല ഒരുപാട് കാലം ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമു കൊടുത്ത ആ കുട്ടികളെ അല്ലാഹു തആല ഉയർന്ന സ്ഥാനത്തെത്തിക്കുമാറാകട്ടെ. നല്ല തഖ്വയോടുകൂടി ജീവിച്ച് പരലോകം വിജയിക്കാൻ ഹബീബിനോടുള്ള മഹബത്തും ആ മഹബത്തിന്റെ പാട്ടും സബബാക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ?
ബിൻസാഗർ നിങ്ങള് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങള് ഉപ്പാന്റെ പേരും സ്ഥലവും ഒന്ന് അടിച്ച് ആർക്കെങ്കിലും ഒന്ന് PM ചെയ്തു വേണ്ടിട്ടോ. ഉപ്പാന്റെ പേരും സ്ഥലവും. പിന്നെ ഉസ്താദ് ഒരു PM വന്നതെന്ന് എന്റെ വൈഫ് പ്രസവം കഴിഞ്ഞ് 30 ദിവസത്തിന് ശേഷം രക്തം മുറിഞ്ഞു. പിന്നീട് ഇടയ്ക്കിടെ രക്തം വന്നു. പിന്നീട് പൂർണ്ണമായി നിന്നു. എന്നാൽ 65 ദിവസത്തിന് ശേഷം വീണ്ടും വന്നു. ഇത് ഏതിലാണ് പെടുക? നിസ്കരിക്കാമോ എന്നാണ് ചോദ്യം. മുപ്പത് ദിവസം കഴിഞ്ഞ് രക്തം നിന്നു. പക്ഷേ താമസിയാതെ 15 ദിവസവും മറ്റൊന്നുമില്ല, താമസിയാതെ രക്തം കണ്ടു, ഇടക്ക് കണ്ടു എന്നൊക്കെ പറഞ്ഞത് 40 ദിവസം കൊണ്ട് കഴിഞ്ഞു പറ്റ നിന്നോ? ആ നോക്കണ്ട്. എങ്കിൽ ആ പൂർണ്ണമായി ശുദ്ധി വന്നോടം വരെയുള്ളത് നിഫാസായി കൂട്ടിയിട്ട് അവിടെ നിസ്കാരാദി കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ 65 ദിവസത്തിന്റെ ശേഷം വരുന്ന കാണുന്ന രക്തം നിഫാസ് അല്ല, അത് ഹൈളാണ്. അതായത് ഒരു ഹൈളിന്റെയും ഒരു നിഫാസിന്റെയും ഇടയിൽ 15 ദിവസം ശുദ്ധിന്റെ ആവശ്യമില്ല. ഒരു ഹൈളിന്റെയും മറ്റൊരു ഹൈളിന്റെയും ഇടയിൽ ചുരുങ്ങിയത് 15 ശുദ്ധി വേണം എന്നുള്ളൂ. നിഫാസിന്റെയും ഹൈളിന്റെയും ഇടയിൽ അത് വേണം എന്നില്ല. അപ്പോ എപ്പോഴാണ് പൂർണ്ണമായ ശുദ്ധി വന്നത് എന്ന് വെച്ചാൽ അതിന്റെ ശേഷം ശുദ്ധിയായി കണക്കാക്കുകയും അതിന്റെ ശേഷം പിന്നെ ഈ 65-ാം ദിവസം അല്ലെങ്കിൽ 65-ാം ദിവസത്തിന് ശേഷം കണ്ട ഈ രക്തം ഹൈളായി കണക്കാട്ടുകയുമാണ്. ആ ഹൈളിനനുസരിച്ച് അത് എത്ര ദിവസം 7 ദിവസം 5 ദിവസം ഒക്കെ ഉണ്ടായാൽ അത് കഴിഞ്ഞ് ശുദ്ധിയായിട്ട് പിന്നെ അവിടെ നിന്നാണ്ട് നിഫാസിന്റെ കണക്ക് ഇവിടെ കഴിഞ്ഞു. ചിലപ്പോൾ 30 ദിവസം ഉണ്ടായി പറ്റ ശുദ്ധി പൂർണ്ണ ശുദ്ധി വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ അവിടെ മുതൽ തന്നെ നിഫാസ് നിന്നതായി കണക്കാക്കും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കണ്ട രക്തം ഇടവിട്ട് കണ്ട് എന്ന് പറഞ്ഞാൽ അത് പിന്നെ കണ്ട രക്തം 24 മണിക്കൂറിൽ കുറയാതിരിക്കുകയും 15 ദിവസത്തിൽ കൂടാതിരിക്കുകയും ചെയ്താൽ അതൊരു ഹൈളായിട്ട് കൂട്ടും. പിന്നെ അത് ശുദ്ധി വന്നതിന് ശേഷം 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് കാണുന്ന രക്തം അത് പിന്നെയും ഹൈലൈറ്റ് കൂട്ടും. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നിഫാസിന്റെയും ഹൈലിന്റെയും ഇടയിൽ 15 ദിവസം ശുദ്ധി വേണം എന്ന് ഷർത്തില്ല. ഉദാഹരണം, ഒരു സ്ത്രീക്ക് 60 ദിവസം നിഫാസ് ഉണ്ടായി എന്നിരിക്കട്ടെ. അങ്ങനെ 60 ദിവസം പൂർത്തിയാവുന്ന സമയത്ത് രക്തം ശുദ്ധിയായി കണ്ടു, കുളിച്ചു, 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും രക്തം കണ്ടാൽ ഈ രണ്ടാമത് കണ്ട രക്തം ഹൈലൈറ്റാ കൂട്ടുക. അപ്പം നിഫാസിന്റെയും ഹൈലിന്റെയും ഇടയിൽ 15 ദിവസം ശുദ്ധി വേണം എന്ന് വരില്ല. അടുത്തൊരു ചോദ്യം, വിദേശത്തുള്ള സമ്പത്തിന്റെ സക്കാത്ത് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ? വിദേശത്തുള്ള സമ്പത്തിന്റെ സക്കാത്ത് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ? ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മുടെ ധനം എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ കൊടുക്കണം എന്നാണ് ഷാഫി മദ്ഹബ്. ആളെവിടെയാണ് എന്നല്ല നോട്ടം. മുതലാളി ഏത് നാട്ടിലാണെങ്കിലും സ്വത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കാരണം അതുകൊണ്ട് അതിന് വല്ല ആപത്തും വരികയാണെങ്കിൽ അത് സംരക്ഷിക്കാൻ വേണ്ടി ഓടി വരുന്നത് അതിന്റെ പരിസരവാസികളാണ്. അതുകൊണ്ടുള്ള ഗുണവും ദോഷവും അനുഭവപ്പെടുത്തുന്നതും അതിന്റെ പരിസരവാസികൾക്കാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അവകാശമാവുന്ന സക്കാത്തും അതിന്റെ പരിസരവാസികൾക്ക് തന്നെ കൊടുക്കണം എന്നതാണ് ഷാഫി മദ്ഹബ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല തെളിവായി പറഞ്ഞത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസിലുണ്ട്, തൂഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം. ഒരു ജനതയിലെ കഴിവുള്ള ആളുകളുടെ നിന്ന് അവിടത്തെ സക്കാത്ത് സ്വീകരിച്ച് അവിടെയുള്ള അർഹതപ്പെട്ട ആളുകൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന്. ഇതാണ് ഷാഫി മദ്ഹബിന്റെ ഔദ്യോഗികമായ മുഅ്തമദായ ഖൗല്. അവിടെ തന്നെ കൊടുക്കണം. ഏത് നാട്ടിലാണോ ധനമുള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. മറ്റൊരു നാട്ടിൽ കൊടുക്കണമെങ്കിൽ ആ നാട്ടിൽ ആരും സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ആളുകളില്ലെന്നുറപ്പുണ്ടെങ്കിൽ തൊട്ടടുത്ത നാട്ടിൽ കൊടുക്കേണ്ടതാണ് എന്നാണ് ഷാഫി മദ്ഹബ്. ഇനി പിന്നെ ചില കൗലുകളൊക്കെ ഉണ്ട്. മസ്ലഹത്തനുസരിച്ച്
നാട്ടിൽ കുടുംബങ്ങള്, അയൽവാസികൾ പോലെയുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് നാട്ടിൽ കൊടുത്താൽ തെറ്റില്ല എന്ന് പറഞ്ഞ ചില കൗലുകളുണ്ട്. പക്ഷേ അത് ഷാഫി മദ്ഹബിലെ മുഅ്തമദ് അല്ല. ക്ലിയറാവെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ താപാനാണ്, അതാണ് ഞാൻ മൈക്കെടുക്കാൻ വിളിച്ചത്. ഉസ്താദെ, മാതാപിതാക്കൾക്ക് വേണ്ടി ഖുർആൻ കൽപ്പിച്ച ദുആ ആണല്ലോ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഈ ദുആ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയും ഈ ദുആ നടത്തുന്നത് എങ്ങനെയാണ്, അതിന്റെ നിയമം എങ്ങനെയാണ് എന്നും അതിന്റെ പ്രായോഗികപരമായ ചെറിയൊരു അർത്ഥ വിശദീകരണവും ഉസ്താദ് പറഞ്ഞാൽ നന്നായിരുന്നു, ഉപകാരമായിരുന്നു എന്ന് അറിയിക്കും. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. നമ്മൾക്ക് ഹക്കുള്ള ഏതൊരാൾക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ. വല്ലദീന യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് മുൻകടന്ന മുഴുവൻ ആളുകൾക്കും നീ പുറത്തു കൊടുക്കുകയും റഹ്മത്ത് ചെയ്യുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഖുർആൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞു പോയ ആളുകൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പുറമെ മോമിനീങ്ങൾ തന്നെ തമ്മിൽ പരസ്പരം ദുആ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹക്കുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അല്ലാഹു തആല പറഞ്ഞല്ലോ, അനുഷ്കുർലി വലിവാരിദൈക്, സൃഷ്ടാവായി എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അപ്പൊ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതിനോട് ചേർത്ത് പറഞ്ഞതാണ് മാതാപിതാക്കൾക്കുള്ള ശുക്ർ. ആ ശുക്ർ പ്രവൃത്തി കൊണ്ട് ചെയ്ത് തീർക്കാൻ നമ്മളോട് കഴിയില്ല എന്നതിന്റെ പ്രകടനമാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കുട്ടിപ്രായത്തിൽ ഞങ്ങളെ ഉമ്മവാപ്പമാര് ഞങ്ങളെ എങ്ങനെയൊക്കെ കാരുണ്യം തന്നു പോറ്റിയോ അതുപോലെ ഒരിക്കലും ഞങ്ങൾക്ക് അവരോട് കാരുണ്യം ചെയ്യാൻ കഴിയില്ല. നീ അതിനർഹമായത് കൊടുക്കണമേ എന്ന് പറഞ്ഞാല് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ സെക്കൻഡിലെയും പുരോഗതി രാവും പകലും കണ്ണിലെണ്ണ ഒഴിച്ചൊരു വാപ്പ ആസ്വദിക്കുകയാണ്. എന്റെ കുട്ടി വലുതാകട്ടെ, ഉയർന്ന സ്ഥാനത്തെത്തട്ടെ, വലിയ അറിവുള്ളവനാവട്ടെ, വലിയ യോഗ്യനാവട്ടെ, എന്നിട്ട് എന്റെ കുട്ടിക്ക് നല്ല സ്വത്തും കഴിവും ഉണ്ടാകട്ടെ, നല്ല കുട്ടികളും പെണ്ണുങ്ങളും ഉണ്ടാകട്ടെ, നല്ല കുടുംബജീവിതം ഉണ്ടാകട്ടെ. ഇങ്ങനെ നമ്മുടെ പുരോഗതിയാണ് ഒരു ഉമ്മവാപ്പമാരുടെ 24 മണിക്കൂറും അവരുടെ ചിന്ത തന്നെ. ആ സമയത്ത് നല്ല നിരക്ക് ഉമ്മവാപ്പമാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മക്കളെ സ്ഥിതിയോ നേരെ മറിച്ച. അതുകൊണ്ട് അങ്ങനെ നോക്കിനോ, ഇന്റെ അമ്മക്ക് ഇനി പല്ല് വരട്ടെ, ഇന്റെ അമ്മ ഇനി നല്ല നേർന്ന് നടക്കട്ടെ, ഇന്റെ അമ്മക്ക് നല്ല മാറിടം കൊഴുത്തു വരട്ടെ, നല്ല സുന്ദരിയാവട്ടെ, എന്നിട്ട് നല്ലൊരു പുതിയാപ്പിളനോട് കെട്ടിച്ചിട്ട് ഉമ്മ സുഖമായി ജീവിക്കട്ടെ എന്നുള്ള നിലക്ക് ഒരു ഉമ്മാനെ പോറ്റുന്ന മക്കളുണ്ടോ? ബാപ്പാന്റെ പല്ലൊക്കെ പോയിന്. അല്ലാഹു തആല എന്റെ ബാപ്പാക്ക് നല്ല പല്ലൊക്കെ കൊടുക്കട്ടെ, ആ ചുളുങ്ങിയ മുഖമൊക്കെ നല്ല തുടുത്തു വരട്ടെ, നല്ല ആരോഗ്യവാനാവട്ടെ, നല്ല യുവാവായിട്ട് നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായി കുടുംബജീവിതം നയിക്കുന്നത് കാണട്ടെ എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു മക്കൾ വാപ്പാനെ പോറ്റുന്നുണ്ടോ? നല്ല മക്കളാണെങ്കിൽ എന്താ പഠിച്ചോനെ, ഇടങ്ങേറാകാതെ ബുദ്ധിമുട്ടാതെ നല്ല നിലക്ക് എന്റെ അമ്മ മരിച്ചുപോട്ടെ, പഠിച്ചോനെ ബുദ്ധിമുട്ടാകാതെ ഇടങ്ങേറാകാതെ നല്ല നിലക്കിന്റെ ബാപ്പ മരിച്ചു പോട്ടെ. നോക്കിയാണ് വ്യത്യാസം. നല്ല മക്കൾ ചിന്തിക്കുന്നത് ബാപ്പ നല്ല നിലക്ക് മരിച്ചു പോട്ടെ എന്നാ. ബാപ്പ വിചാരിക്കുന്നോ, പഠിച്ചോനെ എന്റെ മകൻ നല്ലൊരു സ്ഥാനത്തെത്തട്ടെ. കേട്ടോ, നമ്മൾ കീപ്പട്ടായി നിൽക്കുക, ഉമ്മയും ബാപ്പി മേപ്പട്ടായി നിൽക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മയും ബാപ്പി മക്കൾക്ക് ചെയ്തു തന്നതുപോലുള്ള ഒരു ഗുണം മാപ്പാക്കും ഉമ്മാക്കും മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല, സാധ്യമല്ല, അസാധ്യമാണ്. അതുകൊണ്ട് നമ്മളുടെ കഴിവുകേട് സമ്മതിച്ചുകൊണ്ട് അള്ളാഹിനോട് പറയാ, പഠിച്ചോനെ ഞങ്ങളെ എങ്ങനെയൊക്കെ പുരോഗതി എന്തൊക്കെ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് കണ്ണിലെണ്ണ ഒഴിച്ച് ഞങ്ങളെ ഉമ്മയും ബാപ്പി ഞങ്ങളെ പോറ്റിയോ അതിനർഹമായ നിരക്ക് നിനക്കല്ലാതെ അവർക്ക് പ്രതികരണം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിനനുസരിച്ച നിരക്കുള്ള നീ റഹ്മത്ത് ചെയ്യണമേ.
അത് എപ്പോഴും ദ്വേർക്കുക. കാരണം നമ്മള് അവരുടെ മനസ്സ് പോലെ ആവാൻ നമ്മൾക്ക് ഒരിക്കലും കഴിയില്ല. അവരുടെ മനസ്സ് വല്ലാത്തൊരു മനസ്സ്, അമ്മവാപ്പമാരുടെ മനസ്സ്. അപ്പൊ അതുപോലെ ചെയ്യാൻ റബ്ബിന് മാത്രമേ കഴിയുള്ളൂ. അതുപോലെ നമ്മളെ കഴിവുകേട് സംബന്ധിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കലാണ് അതിന്റെ ആശയം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, അഡ്മിന്മാരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഉസ്താദ് പറയുന്നത്. ഉസ്താദ് നെറ്റ് എപ്പോഴാണ് കട്ട് ചെയ്യുന്നത്? നാളെ കട്ട് ചെയ്യോ? 2 ദിവസം കഴിയോ? ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ നോമ്പിന് മുമ്പായിട്ട് ഇപ്പോൾ ഒരു ദിവസമല്ലേ ഉണ്ടാവുള്ളൂ, പ്രവൃത്തി ദിവസം. അത് വ്യാഴാഴ്ച സൗദിയിൽ ഉണ്ടാവുന്നോ? അല്ലെങ്കിൽ നെറ്റ് ഡേറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇത്രാം തീയതി മുതൽ നെറ്റ് ഞാൻ ഡിസ്കണക്ട് ചെയ്യുന്നു എന്ന് ഒന്ന് ഉസ്താദ് പറഞ്ഞെങ്കിൽ ഉപകാരമായിരിക്കും. പിന്നെ ഒരു ചോദ്യം ഉണ്ട്, എല്ലാം കൂടി ഒന്നിച്ച് ചോദിക്കുന്നില്ല. അസ്സലാമു അലൈക്കും. അത് നീട്ടിക്കൊണ്ടുപോകാൻ നോമ്പായാല് ഈ ടെലിഫോൺ ഓഫീസുകളിലൊക്കെ പോയാല് എന്നല്ല ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ അവര് ഒരു ജാതി ഉറക്കൈക്കാരം ഒരു കാര്യവും ഉദ്ദേശിച്ച സമയത്ത് നടക്കൂല. അപ്പൊ അതിന്റെ റമദാനിന്റെ മുമ്പ് ഇനി ഓഫീസ് വർക്കുകൾ അവസാന ഡേറ്റ് നാളെയാണ്. അപ്പൊ നാളെ പോയി കട്ട് ചെയ്യിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഡേറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് ഇനി ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ചാലേ അറിയുള്ളൂ. 1-ാം തീയതി വരെ നീട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ഫീസ് 1-ാം തീയതി വരെയുള്ളത് കൊടുക്കേണ്ടി വരും എന്നുള്ള ഉറപ്പാണ്. അത് കൊടുത്തിട്ട് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ ഓഫീസിൽ പോയി കട്ട് ചെയ്യാൻ പറയണം. കാരണം എന്താന്ന് വെച്ചാല് യാത്ര തിരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾ മുമ്പ് കട്ട് ചെയ്യാതെ പോയാൽ പെട്ടെന്ന് 1 ദിവസം 2 ദിവസം 3 ദിവസം മുമ്പ് കട്ട് ചെയ്തിട്ട് അവിടെ ചെന്നാൽ അതിന്റെ റിപ്പോർട്ട് എത്താത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ അതിന്റെ പേരിൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ദുരവസ്ഥ വരരുത് എന്ന നിലക്കാണ് 2 ആഴ്ച മുമ്പ് തന്നെ കട്ട് ചെയ്യുക എന്ന് തീരുമാനിച്ച്. കാരണം അതിന്റെ പേരിൽ ഒരു യാത്ര മുടങ്ങിയിട്ട് ഇനി ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്നരക്ക്. അപ്പോ നാളെ കട്ട് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ USB പോലെ എന്തോ ഒരു ചെറിയ സാധനത്തിൽ കുത്തിവെക്കണമൊക്കെ, അങ്ങനത്തെ ഒക്കെ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനത്തെ പറ്റിയിട്ട് തൽക്കാലം കുറഞ്ഞ 2 ആഴ്ച സമയം ഉപയോഗിക്കാൻ പറ്റുന്ന വല്ല സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ ഇത് കാരണം എന്താന്ന് വെച്ചാൽ എന്റെ പേരിലാണ് ഇവിടുത്തെ ഈ ലാൻഡ് ലൈൻ കൊല്ലങ്ങളായിട്ട്. അപ്പൊ അത് പോകുന്നതിന് മുമ്പ് ഞാൻ 5-6 മാസമായിട്ട് ഇവരോട് പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ആർക്കെങ്കിലും പേരിൽ മാറ്റിക്കോളി, എന്നാൽ കട്ട് ചെയ്യാതെ കഴിയുമതിന്. ഒക്കെ ആളുകൾ നമ്മളെ ആൾക്കാരല്ലേ ആന്ന് പറഞ്ഞ അങ്ങനെ ഓരോക്കെ കാര്യം നടക്കുന്നുണ്ട് എന്നുള്ള ആൾക്ക് ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പം ചിലർക്കൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷെ ഇനിയിപ്പോ ഇനി കാത്തിക്കാനേക്കും സാധ്യമല്ല. അതുകൊണ്ട് തൽക്കാലം ഇൻഷാ അല്ലാഹ് നാളെ കട്ട് ചെയ്യിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. നോമ്പായാലും എനിക്കും ബുദ്ധിമുട്ടാണ്, അവിടെ ഓഫീസിൽ ചെന്നാൽ ഓഫീസിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാ. അതെ, ഒറ്റ മിനിറ്റ്. ഞാൻ സ്ഥാനം ക്ലാസ് ഒന്നും കേൾക്കാൻ പറ്റില്ല, കുറച്ച് ദിവസമായി നെറ്റിന്റെ പ്രശ്നമായിട്ട്. ഒരു വിഷയം ഇനി ലാസ്റ്റ് മൈക്ക് എടുക്കാൻ പറ്റുകയാണല്ലോ കട്ടായി പോകും. നമ്മുടെ ശ്രീകണ്ണ്, പിന്നെ കണ്ണൂർ ജില്ലയിൽ കടൂരടുത്ത് നമ്മുടെ SYSന്റെ സജീവ പ്രവർത്തകന്റെ 2 പെൺമക്കള്, 11ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികള് പിന്നെ മുങ്ങി മരിച്ചിട്ടുണ്ട്. അബ്ദുൽ മജീദ് എന്നാണ് SYSന്റെ പ്രവർത്തകന്റെ പേര്. 2 മക്കള്, ഞാൻ പേര് പറഞ്ഞില്ല, കുട്ടികളുടെ പേര് പറഞ്ഞില്ല. അദ്ദേഹത്തിന് 2 മക്കള് ഇന്നലെ മരണപ്പെട്ടതുണ്ട്. ദുആ ചെയ്യണം ഉസ്താദ്. കൂടാതെ ജബ്ബാർ മണ്ണാർമൽ, അദ്ദേഹം 4444 സ്വലാത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ PM വന്നതാണ്. അത് കടങ്ങൾ വീടാനും മറ്റു വിഷയങ്ങളൊക്കെ വേണ്ടിയിട്ട് അത് ഉസ്താദ് ദുആയിൽ ലാസ്റ്റ് ഉൾപ്പെടുത്തുക. മൈക്ക് വിടുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. അടുത്ത ആള് മൈക്കിലേക്ക് വന്നോളൂ, ചോദ്യകർത്താക്കന്മാര്. അസ്സലാമു അലൈക്കും. ഒരു PM വന്നാണ് ഉസ്താദെ. 18 ആളുകളെ കൊണ്ടുള്ള ജുമാ ഏത് മദ്ഹബ് എന്ന് ചോദിക്കാമോ? 18 ആളുകളെ കൊണ്ടുള്ള ജുമാ ഏത് മദ്ഹബാണെന്ന്. 18 എന്നുള്ളത് ഞാൻ കണ്ടില്ല. 14 കൗലുകളുള്ള കൂട്ടത്തിൽ 18 എന്നുള്ളത് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തക്കമല ഉസ്താദ് ഒന്ന് PM നോക്കണേ. ഉസ്താദിന് ഓഫ്ലൈനിൽ ഉസ്താദിനെ കാണിക്കുന്നത്. എല്ലാ അടിമന്മാരും ഒന്ന് PM നോക്കുക. ഉസ്താദെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഉസ്താദെ, അതിൽ എൻ്റെതും കൂടി ഒരു ചോദ്യമുണ്ട്. അതായത് ജുമഅ നിർത്തുക എന്നത് എങ്ങനെയാണ്, അത് എങ്ങനെയാ നിർത്തൽ? ഖാളിനെ നിർത്തും പോലെയാണോ? അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്. ഒരിക്കൽ നിർത്തിയാൽ അത് ഒഴിവാക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. ഉസ്താദെ അതോടുകൂടി എനിക്കൊരു ചോദിക്കാനുള്ളൂ. ഉസ്താദ് പറയുമ്പോൾ ജുമഅ നിർത്തിയത് വളരെ കാലം മുമ്പ് നിർത്തിയതായിരിക്കും, 40 ആളെ കൊണ്ട്. പിന്നീട് ആൾക്കാർ പോയതോ മറ്റോ അതുകൊണ്ട് ആൾക്കാർ കുറയും. അപ്പോൾ മുമ്പ് നിർത്തിയത് എത്ര ആളെ കൊണ്ടെന്ന് അറിഞ്ഞോളണം എന്നില്ല. പിന്നെ രണ്ടാമത് അതേ ജമാഅത്ത് അതേ മഹലിൽ തന്നെ 4 ആളെ കൊണ്ട് നിർത്താൻ പറ്റുമോ എന്നത് കൂടിയാണ് അതോടുള്ള ചോദ്യം. അസ്സലാമു അലൈക്കും. അതെ, 40 ആള് നിശ്ചിത നിബന്ധനയൊത്ത 40 ആള് ഒരു നാട്ടിൽ സ്ഥിരതാമസക്കാരുണ്ടായാൽ അവിടെ ആരും ജുമ നിർത്തേണ്ട ആവശ്യമില്ല. ജുമ ഫർളാവും, അത് ഓട്ടോമാറ്റിക്കലി ആകുന്ന. 40 നിബന്ധനയൊത്ത, അതായത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള നാട്ടിലെ സ്ഥിരതാമസക്കാരായ സ്വതന്ത്രന്മാരായ മുസ്ലിങ്ങളായ പുരുഷന്മാർ ഒരു നാട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മേൽ ജുമാ ഫർള് ഐനാണ്. അവിടെ പിന്നെ ആരും നിർത്തേണ്ട ആവശ്യമില്ല. ഒരാൾ ഖുതുബ് ഓതി ഇമാം എന്ന് ബാക്കിയുള്ളവർ മൗമികളായ നിസ്കരിച്ചാൽ മതി. കാരണം എന്താ, നമ്മൾ ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബിന്റെ നിയമപ്രകാരം 40 ആൾ ഒരു സ്ഥലത്ത് നിബന്ധനയൊത്ത ആളുകൾ താമസിക്കുന്നുണ്ട്, അവരുടെ മേൽ ജുമാ നിർബന്ധം ആണ്. അതേ സമയത്ത് 40 ആളില്ല. ഷാഫി മദ്ഹബ് ആണ് താനും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു നാട്ടിൽ നിബന്ധനയൊത്ത 40 ആള് പുരുഷന്മാരില്ല. ഷാഫി മദ്ഹബുകാരാണുള്ളത്. അപ്പൊ പിന്നെ അവരുടെ ഔദ്യോഗിക മദ്ഹബ് അനുസരിച്ച് അവിടെ ജുമാ ഇല്ലല്ലോ. അപ്പൊ ആ നാട്ടിൽ ജുമാ നടത്തണം എങ്കിൽ, അവിടെ ഈ ഉള്ള ആളുകളെ കൊണ്ട് ജുമാ സഹി ആവുന്ന നിലക്ക് അറിയുന്ന ഒരു ആലിമ, ഇമാമ് ഖാദിയൊന്നും ആയിക്കൊള്ളുന്നില്ല, ഇതിനെപ്പറ്റി അറിയുന്ന ഒരു ഇമാമ്, ഒരു ആലിമ്, അയാൾ പറയുന്നു ഇങ്ങനെ എന്നൊരു കൗലുണ്ട്, ഷാഫി മദ്ഹബില് ഖദീമായ ഒരു കൗലുണ്ട്, ആ കൗലനുസരിച്ച് 4 ആളുണ്ടെങ്കിലും ജുമാ ഫർളാവും, അല്ലെങ്കിൽ 12 ആളുണ്ടെങ്കിലും ജുമാ ഫർളാവും. അതനുസരിച്ച് ഈ നാട്ടിൽ ഉള്ള 12 ആളുകൾ, നിങ്ങൾ ഇന്ന ആളുകൾ, അതെ ഈ കൗലാണ് ഞങ്ങൾ പിന്തുടരുന്നത്, അതിനെ ഞങ്ങൾ ഇഖ്തിയാർ ചെയ്യുന്നു, അതേ ഇഖ്തിയാർ ചെയ്യുന്നു. അതനുസരിച്ച് ഈ 12 ആളെ കൊണ്ട് അല്ലെങ്കിൽ 4 ആളെ കൊണ്ട് ജുമാ ഫർളാവും എന്ന കൗലിനെ അംഗീകരിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ഈ ആളുകളെ കൊണ്ട് ഇവിടെ ജുമാ നടത്തുന്നു, പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് ഉദ്ദേശം എന്താ, ഇവർ ഈ മദ്ഹബിനെ, ഈ 4ന്റെ അല്ലെങ്കിൽ 12ന്റെ മദ്ഹബിനെ ഇഖ്തിയാർ ചെയ്യുന്നു. അപ്പൊ ആ ഇഖ്തിയാർ ചെയ്തതനുസരിച്ച് അവർക്ക് ജുമാ ഫർളാവും. 40 ആളുകളെ കൊണ്ട് ജുമാ നടത്തേണ്ട ആവശ്യമില്ല, നിർത്തേണ്ട ആവശ്യമില്ല, ജുമാ ഉറപ്പായി. അങ്ങനെ നടന്നു പോന്നിരുന്ന ഒരു നാട്ടിൽ 40 ഇല്ലാതെ വന്നു. എന്നാ പിന്നെ 12ന്റെ അല്ലെങ്കിൽ 4ന്റെ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മദ്ഹബിന്റെ ഒരു കൗല് എടുത്ത്, ഈ രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഷാഫി മദ്ഹബിലെ ഖദീമായ കൗലുമാണ് അസ്ഹാബിൽപ്പെട്ട പലരും ഇഖ്തിയാർ ചെയ്യുകയും പലരും മുഅ്തമദാക്കുകയും ചെയ്തതുകൊണ്ട് ഈ രണ്ടാലൊരു കൗല്, 4, 12. അതിൽ കൂടുതൽ 4ആണ് പ്രസക്തം. അങ്ങനെ ഈ 4ന്റെയോ 12ന്റെയോ കൗല് അനുസരിച്ച് ഇവിടെ ജുമാ നടത്തുന്നു എന്ന് പറയേണ്ടതിന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ, ഈ ആളുകൾ ഇതിനെ തഖ്ലീദ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ ഫത്വയില്, ആ തഖ്ലീദ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഈ ആളുകൾ അത് തഖ്ലീദ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് അത്ര 12 ആളുകൾ ഉണ്ടാവും, ജുമാ ഫർളാവും. അതുകൊണ്ട് ജുമാ നടത്തുന്നു. ഇങ്ങനെയാണ് അതിന്റെ കണക്ക്. ഓക്കെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഒരു ചോദ്യമുണ്ട് ഉസ്താദെ. പിന്നെ ഇതിന് മുമ്പെടുത്ത ആളെ ശബ്ദം തീരെ കേൾക്കുന്നില്ല, അതാണ് ഡോട്ട് ചെയ്തിട്ടോ, ക്ഷമിക്കണം.
സമയവും ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ മൈക്കിൽ കുറെ നേരം തുടർന്നാൽ, ശബ്ദമില്ലാതെ തുടർന്നാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. എനിക്കിവിടെ നിന്നൊരു ചോദ്യം ഉസ്താദേ, പിന്നെ ഈ നിത്യസിദ്ധിയുള്ള ആളുകൾ എങ്ങനെയാണ് തറാവി നിസ്കരിക്കുക എന്നാണ് ചോദ്യം. ഇവിടെ PM ഒരുപാട് വന്നിരുന്ന ഒത്തായി കാണും. ഞാൻ അവർക്ക് വായിച്ച് ഞാൻ ഓർമ്മ വെച്ചിട്ട് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. നിത്യശുദ്ധിക്കാരുടെ തറാവി നിസ്കാരത്തിന്റെ വിധി എന്താണ്? പ്ലീസ് റിപ്ലൈ. അദ്ദേഹത്തിന് ഓഫീസിലാണ് മൈക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഒച്ചല്ലേ? ഹലോ, ഒച്ചൊക്കെ ഉണ്ട്. അതിനുസ്താദ് നിങ്ങൾ PC തട്ടിക്കൊട്ടി നോക്കി. ഇൻഷാ അല്ലാഹ് മൈക്ക് കിട്ടും. നിത്യശുദ്ധിയുള്ളവർക്ക് തറാവി നിസ്കരിക്കണോണ്ട് എന്താ ഒരു കുഴപ്പമില്ല. ഫർള് നിസ്കാരത്തിന് ഒരു ഫർള് നിസ്കാരത്തിന് ഉദു ചെയ്താല് രണ്ടാമതൊരു ഫർള് നിസ്കരിക്കണമെങ്കിൽ രണ്ടാമത് വേറെ കഴുകി ശുദ്ധിയാക്കി മാറ്റി കെട്ടി ഉദു കൊടുത്ത് നിസ്കരിക്കണം. സുന്നത്തിന് അതിന്റെ ആവശ്യമില്ലല്ലോ. വേറെ കാരണം കൊണ്ട് ഉദു മുറിയാത്തോടത്തോളം കാലം സുന്നത്ത് നിസ്കരിക്കാം. തറാവി സുന്നത്ത് നിസ്കാരല്ലേ. ഇശാ നിസ്കരിക്കാൻ വേണ്ടി എടുത്ത ഉദു കൊണ്ട് തന്നെ ഇശാ നിസ്കരിച്ച ഉടനെ തറാവി നിസ്കരിക്കുകയാണെങ്കിൽ തറാവി നിസ്കരിക്കുന്നത് കഴിയുന്നത് വരെയും വിത്ത് നിസ്കരിക്കുന്നത് കഴിയുന്നത് വരെയും ആ ഒരൊറ്റ ഉദു തന്നെ മതി. ഇടക്ക് സലാം വീട്ടുണ്ടല്ലോ നോക്കേണ്ട, സുന്നത്ത് നിസ്കാരല്ലേ. വേറെ കാരണം കൊണ്ട് ഉദു മുറിയാത്തിടത്തോളം ഈ ഉദു കൊണ്ട് തന്നെ എത്ര സുന്നത്ത് നിസ്കാരം വേണമെങ്കിലും നിസ്കരിക്കാം. ഓക്കെ, സമയമില്ല, സമയം ബാങ്ക് കൊടുക്കാനാണ്, അതുകൊണ്ട് നിർത്തുകയാണ്. 1-2 ദുആകൾ പറഞ്ഞതുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ വീണ്ടും കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട 2 മക്കള് വഫാത്തായ ആ പ്രവർത്തകന് അവരുടെ കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ അനുഗ്രഹം ചെയ്ത് അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും ഹൈറായത് പകരം നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ. ദുന്യാവിലും ആഖിറത്തിലും ഫലം കിട്ടുന്ന സ്വാലിഹായ വേറെ മക്കളെ പകരം കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് സന്തോഷം നൽകുമാറാകട്ടെ. അതുപോലെ സുഖമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ആമേരി, അവരുടെ സഹോദരി, അവർക്കൊക്കെ അല്ലാഹു തആല പൂർണ്ണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർറാഹിമായ രാജസീതായ തമ്പുരാനെ, ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപികളാണ്. നിന്റെ മഹലായ ഫള് കൊണ്ട്, ആസന്നമായ റമദാനു ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവിധ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി റാഹത്തും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, മരണപ്പെട്ടു പോയവരുടെ ആഖിറം നീ സന്തോഷമാക്കണേ റബ്ബേ. അവരുടെ കുടുംബങ്ങൾക്ക് നീ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടതിനേക്കാൾ ഹൈറായത് പകരവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, രോഗത്തിലും വിഷമത്തിലും കുടുങ്ങിയവരെ നീ സലാമത്താക്കണേ അല്ലാഹ്. ജോലി സംബന്ധമായ, തൊഴിൽ സംബന്ധമായ, കച്ചവട സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും നീ നീക്കി റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങൾ കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾക്ക് അവസാനം ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അവരുടെയൊക്കെ ഹലാലായ ഖൈറായ മുറാദുകൾ നീ